നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന 10th ലെവൽ പ്രിലിംസിന്റെ റിസൾട്ട് ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കും എന്നൊരു വാർത്തയാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആ വാർത്തയെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഫലം ഉടനെ പ്രസിദ്ധീകരിക്കും എന്നറിയാൻ കഴിഞ്ഞു. മൂല്യനിർണയവും മാർക്ക് സമീകരണവും, അതായത് മാർക്ക് നോർമലൈസേഷൻ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. LDC ലിസ്റ്റില് 1.5 ലക്ഷം പേരെയാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് ജില്ലാതല പട്ടികയിൽ 10,000 പേർ വീതം ഇടം നേടും. ഓരോ ജില്ലയില് പ്രസിദ്ധീകരിക്കുന്ന പട്ടികയിൽ 10,000-ഓളം പേര് ഇടം നേടും. ഇപ്പൊ LD ക്ലർക്കിനും LGS ലാസ്റ്റ് ഗ്രേഡ് സർവൻസിനും 1.5 ലക്ഷത്തോളം പേരുടെ വീതം ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് ആലോചിക്കുന്നത്. 10,000-ഓളം പേരെ ഉൾപ്പെടുത്തി ജില്ലാതല പട്ടിക തയ്യാറാക്കാനാണ് PSC നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രാഥമിക പരീക്ഷ ഗൗരവമായി കണ്ട് എഴുതിയവരെല്ലാം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടും എന്ന് PSC ഉറപ്പ് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ മുഖ്യ പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അതായത് ഈ പ്രിലിമിനറി എക്സാമിന്റെ മാർക്ക് ഒരു കാരണവശാലും നമ്മുടെ റാങ്ക് മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൽ ഒരു കാരണവശാലും റിഫ്ലക്ട് ചെയ്യുന്നില്ല. പ്യുവർലി മെയിൻ എക്സാമിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും മുഖ്യ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ നിന്നായിരിക്കും നിയമനം. ഇത് ജസ്റ്റ് ഒരു ക്വാളിഫൈഡ് എക്സാം മാത്രമാണ്. ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അവര് പ്രത്യേകം കട്ട് ഓഫ് പ്രത്യേകമായിരിക്കും. അത് വെച്ച് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മുഖ്യ പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ LD ക്ലർക്കിന്റെ മെയിൻ എക്സാം വരുന്നത് നവംബർ മാസം 20-നും LGSന്റെ മെയിൻ എക്സാം വരുന്നത് നവംബർ മാസം 27-നുമാണ്. അതിനുള്ള തയ്യാറെടുപ്പും PSC ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ പ്രാഥമിക പരീക്ഷയുടെ മാർക്ക് റാങ്ക് നിർണയത്തിന് പരിഗണിക്കത്തില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ മുഖ്യ പരീക്ഷയുടെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവര് ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ മെയിൻ എക്സാമിന്റെ സിലബസിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ സിലബസിലും കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുള്ളത് ഓരോരോ തസ്തികയുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചാണ്. 10ാം തലം വരെ യോഗ്യതയുള്ള മറ്റ് തസ്തികകളുടെ മുഖ്യ പരീക്ഷ ഡിസംബർ 1 മുതൽ 11 വരെയാണ് നിശ്ചയിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ചുരുക്ക പട്ടികളും ഈ മാസം തന്നെ പ്രസിദ്ധീകരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം പത്രത്തില് ഇടയ്ക്ക് വന്നത് സെപ്റ്റംബർ മാസം 15 അതിനകം പ്രസിദ്ധീകരിക്കും എന്നാണ് വന്നത്. അപ്പൊ എന്തായാലും ഈ മാസം തന്നെ നമുക്ക് പ്രിലിംസിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ സ്റ്റേജസിന്റെയും ഈ 5 സ്റ്റേജസിന്റെയും മൂല്യനിർണയവും മാർക്ക് സമീകരണവും എല്ലാം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, മുഖ്യ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥി ഉറപ്പ് നൽകേണ്ടതില്ല. അതായത് മെയിൻ എക്സാം എഴുതാൻ വേണ്ടി കൺഫർമേഷൻ നൽകേണ്ടതില്ല. നമ്മൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹോൾ ടിക്കറ്റ് വരികയും നമുക്ക് മെയിൻ എക്സാം എഴുതാൻ പറ്റുകയും ചെയ്യും. അതിനുവേണ്ടി കൺഫർമേഷൻ നൽകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അങ്ങനെ വെച്ചേക്കുന്ന എനിക്ക് തോന്നുന്നു കൺഫർമേഷൻ നൽകാൻ ഇപ്പം വിട്ടുപോയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അവസരം നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ഒരു തവണ നമ്മൾ നൽകിയതാണല്ലോ കൺഫർമേഷൻ. വീണ്ടും നൽകണ്ട എന്ന് കരുതി ഓട്ടോമാറ്റിക്കലി പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഹോൾ ടിക്കറ്റ് വരികയും അവരെ മുഖ്യ പരീക്ഷ എഴുതിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ പട്ടികയിൽ ഉൾപ്പെടുന്നവർക്കെല്ലാം പരീക്ഷാ സൗകര്യം ഒരുക്കുമെന്നും PSC അറിയിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞിടയ്ക്ക് ഒരു FB പോസ്റ്റ് വന്നതാണ്. അതായത് ഈ ഡിസംബർ 2, 10 തീയതികളിൽ നടത്തുമെന്ന് അറിയിച്ച 10ാം തല മുഖ്യ പരീക്ഷ പൊതുപരീക്ഷയായിട്ട് ഡിസംബർ 11-ന് നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഡിസംബർ 2, 10 തീയതികളിൽ നടത്താൻ ഉദ്ദേശിച്ച പരീക്ഷയാണ് പൊതുപരീക്ഷയായിട്ട്, കോമൺ ടെസ്റ്റ് ആയിട്ട് ഡിസംബർ മാസം 11-ന് നടത്തുന്നത്. പിന്നെ ഡിസംബർ 11-നാണ് ആദ്യം ഫീൽഡ് വർക്കറിന്റെ മെയിൻ എക്സാം നിശ്ചയിച്ചിരുന്നത്. അത് ഡിസംബർ 10-ലേക്കും ആക്കിയിട്ടുണ്ട്. ഫീൽഡ് വർക്കർ ഒരുപാട് പേര് ഹെൽത്ത് സർവീസസിലേക്കുള്ള ഫീൽഡ് വർക്കറിന്റെ പോസ്റ്റിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഡിസംബർ മാസം 10-നാണെന്ന് ഓർക്കുക. ഇനി സെപ്റ്റംബർ 20-ഓടെ വിജയികളുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ച് തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സെപ്റ്റംബർ 20, പത്രത്തിൽ സെപ്റ്റംബർ 15 എന്നാണ് കണ്ടത്. അപ്പൊ നമുക്ക് ഏകദേശം ഈ മാസം വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ഇരുന്നാൽ മതി. 192 തസ്തികയിലേക്കാണ് ഈ പ്രത്യേകം അവർക്ക് ചുരുക്കപ്പട്ടിക തയ്യാറാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. കാരണം ഇത്രയും തസ്തിക ഉണ്ടല്ലോ, അതിന് സെപ്പറേറ്റ് കട്ട് ഓഫ് നിശ്ചയിച്ച് ചുരുക്കപ്പട്ടിക തയ്യാറാക്കാനുള്ള ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒക്ടോബറിൽ പരീക്ഷ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് ഇത്രയും ഒരു tedious ആയിട്ടുള്ള ഒരു പ്രോസസ് ആയതുകൊണ്ടാണ് അവര് മാറ്റി നവംബറിലേക്ക് നിശ്ചയിച്ചത്. അത് കഴിഞ്ഞിട്ട് LD ക്ലർക്ക് LGS പട്ടികയാകും ആദ്യം പ്രസിദ്ധീകരിക്കുന്നത്. അത് നോട്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാർ എഴുതുന്ന
LD ക്ലർക്ക്, ഒരുപാട് ആൾക്കാർ അപേക്ഷിച്ചിട്ടുള്ള LD ക്ലർക്ക് LGS പട്ടികയായിരിക്കും ആദ്യം പ്രസിദ്ധീകരിക്കുന്നത്. ജില്ലാതല തസ്തികൾക്ക് ഓരോ ജില്ലയ്ക്കും പ്രത്യേകം പട്ടിക ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിനും പ്രത്യേകമായിരിക്കും അവർ പട്ടിക ഇടുന്നത്. പിന്നെ LD ക്ലർക്ക് LGS സർവൻസ് തസ്തികൾക്ക് 14 വീതം പട്ടികയാണ് പ്രസിദ്ധീകരിക്കുന്നത്. 14 കട്ട് ഓഫ് വെച്ചിട്ട് 14 വീതം പട്ടികയായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. പ്രാഥമിക പരീക്ഷകളുടെ ചുരുക്ക പട്ടികകളിൽ ഉൾപ്പെടുന്നവർക്ക് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് മെയിൻ എക്സാമും എഴുതാൻ സാധിക്കുന്നതാണ്. പിന്നെ മാർക്ക് സമീകരണത്തിന് ഇങ്ങനെ സമയം എടുത്തത് കൊണ്ടാണ് പട്ടിക വൈകിയത് എന്നാണ് PSC നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാം നടന്ന ഡേറ്റ് അറിയാം. ഫെബ്രുവരി 20, 25, മാർച്ച് 6, 13, ജൂലൈ 3 തീയതികളിലായിട്ട് 5 ഘട്ടമായിട്ടാണ് 10ാം തല പ്രാഥമിക പരീക്ഷ നടത്തിയത്. അപ്പോൾ ഓരോ തസ്തിക കണക്കാക്കി ജില്ലാതലത്തിൽ പ്രാഥമിക പരീക്ഷയ്ക്ക് പ്രത്യേകം കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കും. അതോടെ അതോ അല്ലെങ്കിൽ അതിന് മുകളിലോ മാർക്ക് ലഭിക്കുന്നവർക്കാണ് മുഖ്യ പരീക്ഷ എഴുതാൻ ആക്കുക. അത് ജസ്റ്റ് ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ സീരിയസ്നെസ് കൊടുക്കേണ്ടത് മെയിൻ എക്സാമിന് തന്നെയാണ്. ഓക്കെ, ഈ പ്രിലിംസിന്റെ മാർക്ക് എവിടെയും പരിഗണിക്കുന്നില്ല. നിങ്ങളെ മെയിൻ എക്സാമിന് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പരീക്ഷ മാത്രമായിട്ടാണ് പ്രിലിംസ് കാണുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 192 തസ്തിക ഉണ്ടെങ്കിലും ഇതിന് സ്വഭാവം അനുസരിച്ച് 11 വിഭാഗങ്ങളായിട്ട് തിരിച്ചാണ് മുഖ്യ പരീക്ഷ നടത്തുന്നത്. അതായത് വിവിധ വകുപ്പുകളിലെ LD ക്ലർക്ക് ഉണ്ടല്ലോ, ആ LD ക്ലർക്കും അതിനോടൊപ്പം സംസ്ഥാന കയർ കോർപ്പറേഷനിൽ വരുന്ന LD ക്ലർക്ക്, അതുപോലെ ക്ലർക്കിന്റെ NCA സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കാറ്റഗറി എല്ലാം ചേർത്തിട്ട് ഒറ്റ പരീക്ഷയായിട്ടായിരിക്കും നടത്തുന്നത്. ഇതിന്റെ ഹാൾ ടിക്കറ്റ് എപ്പോഴും കിട്ടുന്നത് പരീക്ഷയുടെ 15 ദിവസം മുന്നെയാണ്. ഹാൾ ടിക്കറ്റ് വരുന്ന ഡേറ്റ് ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്താൽ മതി. ഒരു പരീക്ഷയുടെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 15 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഹാൾ ടിക്കറ്റ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ LGSനോടൊപ്പമാണ് ഈ സീമാനും ദഫേദാറും ബോഡ്ലാസ്കറും അറ്റൻഡർ ഒക്കെ പരീക്ഷ ഒരുമിച്ച് യോഗ്യത അനുസരിച്ച് ഈ സെയിം കോമൺ മെയിൻ എക്സാം ആയിട്ടായിരിക്കും നടത്തുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ സെക്രട്ടേറിയറ്റ് PSC ബൈൻഡർക്കും ഡിസംബർ 3-നാണ്. മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഫോട്ടോഗ്രാഫർ ഡിസംബർ 6-നാണ് പരീക്ഷ. ICDS സൂപ്പർവൈസർ, അംഗൻവാടി വർക്കേഴ്സിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ICDS സൂപ്പർവൈസറിന്റെ എക്സാം വരുന്നത് ഡിസംബർ മാസം 7-നാണ്. ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലെ അസിസ്റ്റന്റ് കമ്പൈലറിന്റെ എക്സാം ഡിസംബർ 8-നാണ്. ഇതെല്ലാം ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് പേര് എഴുതുന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്. ഇതൊരു പരിഷ്കരിച്ച തസ്തികയാണ്. ആദ്യമായിട്ടാണ് അതിൽ PSC പരീക്ഷ നടത്തുന്നത്. അത് ഡിസംബർ 10-നാണ് അതിന്റെ പരീക്ഷ വരുന്നത്. ഓക്കെ, അപ്പൊ ഫീൽഡ് വർക്കറിന്റെ പരീക്ഷയുടെ ഒന്നാണ് ഈ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ പരീക്ഷയും വരുന്നത്. അപ്പം അതിനോടൊപ്പമാണ് സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷനിലെ പിയൂൺ കം വാച്ചർ, സ്റ്റീൽ ഇൻഡസ്ട്രീസിലെ പിയൂൺ, ജുഡീഷ്യൽ വകുപ്പിലെ പ്രോസസ് സെർവർ, പിന്നെ അതുപോലെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിലെ ലബോറട്ടറി അറ്റൻഡർ, ഇതെല്ലാം വരുന്നത് ഡിസംബർ മാസം 10-നാണ്. ഓക്കെ, അപ്പം 1.5 ലക്ഷം പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം, PSC ഉൾപ്പെടുത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അതിലൊരാൾ നിങ്ങൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.